നമസ്കാരം. ഹേമന്ത് നാഗിൻദാസ് മോദി ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി തവണ നമ്മൾ കേട്ട പേരായിരുന്നു ഇത്. 12 വർഷമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞ കൊലപാതക കേസ് പ്രതി. എങ്ങനെയാണ് ആ ഒളിവി ജീവിതം ഹേമന്ത് ആസൂത്രണം ചെയ്തത്? അതിന് ഹേമന്തിനെ സഹായിച്ചതാരും? ഒളിവി ജീവിതത്തിന് പിന്നിൽ ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ അടക്കം അഭിനയിച്ച ഹേമന്ത് നാഗിൻദാസ് മോദിയുടെ ജീവിതം ഞെട്ടിക്കുന്നതാണ്. വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി പരോളിന് പുറത്തിറങ്ങി. പിന്നെ 12 വർഷത്തെ ഒളിവ് ജീവിതം. ആ ഒളിവ് ജീവിതത്തിനിടെ അഭിനയിച്ചതാകട്ടെ മലയാളം, ബോളിവുഡ്, ഗുജറാത്തി അടക്കമുള്ള നിരവധി സിനിമകളിൽ. പിടിയിലായ ഗുജറാത്തി നടൻ ഹേമന്ത് നാഗിൻദാസ് മോദിയുടെ ഒളിവ് ജീവിതം ഞെട്ടിക്കുന്നതാണ്. വർഷത്തോളം പോലീസിന്റെ നിയമ സംവിധാനത്തിന്റെ കണ്ണുവെട്ടിച്ച് ഹേമന്ത് നാഗിൻദാസിന്റെ ഒളിവ് ജീവിത കഥ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. ആർക്കും തിരിച്ചറിയാനാകാതെ, ആരുടെയും കണ്ണിൽപ്പെടാതെ എങ്ങനെ അയാൾ സൂപ്പർ താരങ്ങൾ അഭിനയിച്ച സിനിമകളിൽ മുഖം കാണിച്ചു എന്നത് അതിലേറെ സംശയത്തിനിടയാക്കുന്നതാണ്. മലയാള സിനിമയിലും ബിഗ് ബജറ്റ് സിനിമകളിലും അടക്കം അഭിനയിച്ചിട്ടും പരോളിലിറങ്ങി മുങ്ങി നടന്ന പ്രതിയെ കണ്ടെത്താൻ നിയമ സംവിധാനങ്ങൾക്കും സാധിക്കാതെ പോയത് എന്തുകൊണ്ടാകും? 2005 അഹമ്മദാബാദിലെ നരോദ പ്രദേശത്ത് രജിസ്റ്റർ ചെയ്ത ഒരു കൊലപാതക കേസിലാണ് ഹേമന്ത് നാഗിൻദാസ് മോദിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുന്നത്. ശിക്ഷ വിധിച്ച ശേഷം ഹേമന്തിനെ കൊണ്ടുപോയത് മെഹ്സാന ജയിലിലേക്കായിരുന്നു. ജയിലിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഹേമന്ത് മാനസികമായി വളരെയധികം തകർന്നിരുന്നുവെന്നും ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരുമെന്ന ചിന്ത അയാളെ വല്ലാതെ അലട്ടിയിരുന്നുവെന്നുമാണ് ഹേമന്തിന്റെ ഭാര്യ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഭാര്യയുമായുള്ള വിവാഹമോചനത്തിനും ഹേമന്ത് നീക്കങ്ങൾ നടത്തിയിരുന്നു. 2005 ശിക്ഷിക്കപ്പെട്ട ശേഷം 2014 ഹേമന്ത് പരോൾ ലഭിച്ച് പുറത്തിറങ്ങി. ജീവിതകാലം മുഴുവനുള്ള ജയിൽ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിരുന്നു അയാൾ ആ പരോളിനെ കണ്ടത്. പരോൾ കാലാവധി കഴിഞ്ഞിട്ടും ജയിലിലേക്ക് തിരികെ പോകാതെ ഹേമന്ത് ഒളിവിൽ പോയി. ഒളിവിൽ കഴിയാൻ അയാൾ തെരഞ്ഞെടുത്ത സ്ഥലം മുംബൈ ആയിരുന്നു. അവിടെ എത്തിയ ഹേമന്ത് പേരും മേൽവിലാസവും മാറ്റി സിനിമയ്ക്ക് സമാനമായ ഒളിവ് ജീവിതം നയിച്ചത് 12 വർഷമാണ്. ഒളിവിൽ കഴിയുന്ന ഒരു കുറ്റവാളിയായിട്ട് പോലും ആർക്കും സംശയം ജനിപ്പിക്കാതെ വർഷങ്ങളോളം അയാൾ സിനിമയിൽ അഭിനയിച്ചു എന്നതാണ് അതിലേറെ അതിശയിപ്പിക്കുന്ന കാര്യം. മലയാളം, ബോളിവുഡ്, ഗുജറാത്തി അടക്കമുള്ള നിരവധി സിനിമകളിൽ ഈ 12 വർഷത്തിനുള്ളിൽ അയാൾ അഭിനയിച്ചു. സിനിമയിലൊക്കെ വമ്പൻ താരങ്ങൾക്കൊപ്പം അഭിനയിക്കുമ്പോഴും ഇയാൾക്കുമേൽ യാതൊരു സംശയവും ആർക്കും തോന്നിയിരുന്നില്ല. ഒടുക്കം ക്രൈംബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഗിഗാന്ത മെട്രോ സ്റ്റേഷന് സമീപത്ത് നിന്ന് ഹേമന്ത് നാഗിൻദാസ് മോദിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിനിടെ പോലീസിന് ലഭിച്ച വെളിപ്പെടുത്തലുകളും ഞെട്ടിക്കുന്നതാണ്. ഹേമന്തിന് എങ്ങനെ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. હેમંત નાગિનભાઈ મોદી છેલ્લા 12 વર્ષથી ખૂનના સજામાં પાકા કામનો કેદી, સજા પામેલો કેદી પેરલ જમ્પ હતો, એને પકડી પાડવામાં આવેલો છે. આ કેદી એ 2005માં ખૂનના ગુનામાં તેમને 2008માં આજીવન કેદની સજા પડેલી. ત્યારબાદ 2014થી તે પેરલ જમ્પ થયેલો. આ પેરલ જમ્પ દરમિયાન તે અમદાવાદ, મુંબઈ, પાટણ જેવા અલગ અલગ શહેરમાં પોતાનું અલગ અલગ ધંધો કરી અને ગુજરાન ચલાવતો હતો. શરૂઆતના વર્ષોમાં તેમણે પીજીમાં રહેલો. ત્યારબાદ એમને અગાઉ નાટ્ય ઇન્ડસ્ટ્રીનો અનુભવ હતો. એ અનુસંધાને એમણે નાના કોઈ સોશિયલ મીડિયાના રોલો કરેલા. બાદ એમની આ કામ ઉપર વધારે ગ્રીપ આવી જતા તેમને નાના ફિલ્મોમાં પણ સપોર્ટિંગ રોલ તરીકે કામ કરેલો છે. એ દરમિયાન અમને ગઈકાલે માહિતી મળેલી કે આવો વોન્ટેડ આરોપી અમદાવાદ શહેર ખાતે છે. એટલે શરૂઆતમાં અમે લાવી અને એમની પૂછપરછ કરેલી પણ ન સફળતા મળેલી. પણ અમે એની અગાઉનું જે એમના અમુક જે નિશાનો અમે અટક થયેલો ત્યારે ભરેલા એ બધું કન્ફર્મ કરતા એ જ આરોપી હોય. અને ઊંડાણપૂર્વક પૂછપરછ કરતા તેમણે કબૂલી લીધું કે હું છેલ્લા 12 વર્ષથી પેરલ જપ્ત થયો, ત્યારબાદ હું હાજર જ નથી થયેલો.
અને હું એ જ કેદી છું કે જે મેં 2005માં નરોડા ખાતેના ખૂનમાં મને આજીવન જેલની સજા પડી. ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹേമന്ത് നഗരത്തിലെത്തിയതായി വിവരം ലഭിച്ച പോലീസ് നടത്തിയ കൃത്യമായ നിരീക്ഷണമാണ് 12 വർഷത്തിന് ശേഷമെങ്കിലും ഹേമന്തിനെ വലയിലാക്കാൻ സാധിച്ചത്. പോലീസ് പിടിയിലായ ശേഷവും തുടക്കത്തിലൊന്നും തന്നെ തന്റെ യഥാർത്ഥ വ്യക്തിത്വം തുറന്നു സമ്മതിക്കാൻ ഹേമന്ത് തയ്യാറായിരുന്നില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് അയാളുടെ ക്രിമിനൽ മൈൻഡും ഒളിവിൽ കഴിയാൻ നടത്തിയ നീക്കങ്ങളുമൊക്കെ വ്യക്തമായത്. ഇത്രയും വർഷം ഒളിവിൽ കഴിയാൻ, അതും സിനിമ പോലൊരു മാധ്യമത്തിൽ മുഖം കാണിച്ചുകൊണ്ട് ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ ജീവിക്കാൻ ഹേമന്തിന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നു? അതോ ഇതൊക്കെ അയാൾ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്തതാണോ? ഇതൊക്കെ ഇപ്പോൾ ഒരു ചോദ്യമായി ബാക്കിയാവുകയാണ്. കൂടുതൽ അന്വേഷണത്തിൽ പോലീസ് വൈകാതെ തന്നെ ഇതിനുള്ള ഉത്തരവും കണ്ടെത്തട്ടെ. രണ്ടു വർഷം മുൻപ് നടന്ന ഒരു കൊലപാതകം. ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ക്രിമിനലിനെ 2 വർഷം കാത്തിരുന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നു. സംഭവം നടന്നത് ഇൻഡോറിലാണ്. കഴിഞ്ഞ ദിവസം കാറിൽ സുഹൃത്തുക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കവെയാണ് അഭി തോമർ എന്ന കെട്ടിട കരാറുകാരൻ കൊല്ലപ്പെടുന്നത്. വ്യാഴാഴ്ച രാത്രി വൈകി ലസുഡിയ പോലീസ് സ്റ്റേഷൻ പ്രദേശത്തെ പെട്രോൾ പമ്പിന് സമീപമാണ് ഈ സംഭവം നടക്കുന്നത്. 2 ബൈക്കുകളിലെത്തിയ സംഘമാണ് അവിതേന്ദ്ര എന്ന അഭി തോമറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. 5 പേരായിരുന്നു ബൈക്കിലെത്തി ആക്രമണം നടത്തിയത്. എന്നാൽ ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റൊരു കൊലപാതകത്തിന്റെ കഥയുണ്ട്. 2 വർഷം കാത്തിരുന്ന് നടത്തിയ ഒരു പ്രതികാര കൊലപാതകമായിരുന്നു അഭി തോമറിന്റേത്. 2024 വിഷ്ണു യാദവ് എന്ന യുവാവിനെ അഭി തോമർ അടങ്ങുന്ന സംഘം അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തോമറിനും അയാളുടെ സഹോദരനുമെതിരെ കേസും നിലനിൽക്കുന്നുണ്ട്. അഭി തോമറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഘത്തിലുള്ള ഗുൽഷൻ എന്ന യുവാവ് വിഷ്ണുവിന്റെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രതികാര കൊലപാതകമാകാമെന്ന് പോലീസ് സംശയിക്കുന്നത്. पुलिस थाना लसूड़िया के अंतर्गत जो रिंग रोड पे एक गुलाब बाग पेट्रोल पंप है, वहाँ पे एक घटना देर रात हुई थी, जिसमें एक जो 4 व्हीलर थी, i20 गाड़ी थी, जिसमें अभी तोमर वहाँ पे किसी अपने दोस्तों के साथ बात कर रहा था. उसी समय 2 मोटरसाइकिलों पर लगभग 5 लोग आए हैं और उसको गोली मतलब फायर किया है, जिससे लगभग मौके पर ही अभी तोमर की डेथ हो गई थी. पुलिस ने इस मामले में जो 103 BNS हत्या का मामला दर्ज किया है और इसमें प्राइमा फेसी जो आरोपी गुलशन यादव, इसके अलावा गौरव है और तीसरा आरोपी इसमें डेलू लारिया है. ये तीनों ही आरोपी भिंड के रहने वाले हैं और जो मृतक अभी तोमर है ये भी भिंड का रहने वाला था और अभी भिंड से लगभग 3 से 4 महीने पहले भिंड से यहाँ पर रहने के लिए आया था. वर्ष 2024 में जो आरोपी इसमें गुलशन यादव है, उसका जो छोटा भाई है विष्णु यादव, उसकी हत्या जो आरोपी जो अभी मृतक है अभी तोमर, उसके जो भाई और उसके साथियों ने की थी. तो प्राइमा फेसी जो पूरा जो मामला भिंड कोतवाली क्षेत्र का था और बाद में उसी का बदला लेने के लिए ये घटना कारित की है. पुलिस ने फिलहाल इसमें 103 BNS का अपराध पंजीबद्ध किया है और अज्ञात आरोपियों जो नामजद आरोपी इसमें हैं, उन सभी की तलाश और गिरफ्तारी के लिए इसमें 4 टीमें गठित की गई हैं. शीघ्र इस मामले में गिरफ्तारी की जाएगी. ബിന്ദു സ്വദേശിയും കെട്ടിട കരാറുകാരനുമായ തോമർ 3-4 മാസം മുൻപാണ് ഇൻഡോറിലേക്ക് സ്ഥലം മാറിയെത്തുന്നത്. കൊലപാതകം നടത്തുന്നതിന് മുൻപ് പ്രതികൾ തോമറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചിരുന്നതായും ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതികൾ ബുധനാഴ്ച മുതൽ തോമറിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. നിലവിൽ 5 പ്രതികളിൽ 3 പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗുൽഷൻ യാദവ്, ഗൗരവ്, ഡെൽഹു ലാരിയ എന്നിവരാണ് അവർ. ഒപ്പമുള്ള മറ്റ് 2 പേർ ആരെന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താനായി 4 പോലീസ് സംഘങ്ങൾ രൂപീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണിപ്പോൾ. അപ്പോഴും ഗുൽഷന്റെ സഹോദരൻ വിഷ്ണുവിന്റെ കൊലപാതകത്തിൽ എന്തുകൊണ്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയില്ലെന്നും കൂടുതൽ നടപടികൾ സ്വീകരിച്ചില്ലെന്നുമുള്ള ആരോപണങ്ങളും അവിടെ ഉയർന്നു വരികയാണ്.
ഇപ്പോൾ ഒളിവിൽ പോയ പ്രതികൾക്കായുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. വിദ്യാർത്ഥി ആത്മഹത്യകൾ ഒരു സ്ഥിരം വാർത്തയാവുകയാണിപ്പോൾ. അധ്യാപകരിൽ നിന്നും സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന മാനസിക ശാരീരിക പീഡനങ്ങളൊക്കെ തന്നെയാണ് ഈ ആത്മഹത്യകൾക്കൊക്കെ പിന്നിലെ കാരണങ്ങളും. ബീഹാറിലെ കിഴക്കൻ ചമ്പാരനിലും ഇത്തരത്തിലൊരു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ നടന്നിരിക്കുകയാണ്. മരണത്തിന് പിന്നിലെ കാരണം അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഇന്നലെയാണ് ബീഹാറിലെ കിഴക്കൻ ചമ്പാരൻ ജില്ലയിലെ ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനിയായ റിമി കുമാരി എന്ന പെൺകുട്ടി ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ വിദ്യാർത്ഥിനിയെ ഹോസ്റ്റൽ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ അവളെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു. മോത്തിഹാരിയിലെ മുഫാസിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പുറത്തുവരുന്ന വിവരങ്ങൾ ആ ഹോസ്റ്റലിലെ റിമി താമസിച്ചിരുന്ന മുറി വളരെ നേരമായി അകത്തുനിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു എന്നതാണ്. സുഹൃത്തുക്കളെത്തി വിളിച്ചിട്ട് പോലും റിമി മുറി തുറക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിൽ സംശയം തോന്നിയ ഹോസ്റ്റൽ അധികൃതരും വിദ്യാർത്ഥികളും ബലമായി വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് അബോധാവസ്ഥയിൽ തൂങ്ങി നിൽക്കുന്ന റിമിയെ കണ്ടെത്തുന്നത്. ഇതൊരു ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താനായി കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണിപ്പോൾ. കൂടാതെ പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുമുണ്ട്. 3 വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന പ്രത്യേകം രൂപീകരിച്ച ബോർഡായിരിക്കും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുക. അന്വേഷണത്തിന്റെ ഭാഗമായി മരണത്തിന്റെ കൃത്യമായ കാരണവും സാഹചര്യവും നിർണ്ണയിക്കാൻ ഫോറൻസിക് പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകളും സൂക്ഷിക്കും. कोई भी रिवाइव नहीं हुआ सर, अभी हम उसको ब्रॉड डेड डिक्लेयर किए कि वो ऑलरेडी ब्रॉड डेड हुई थी. वो जो उनका ही गले पे मार था वो शंका था कि वो ड्रिंकिंग का ഇതാണ് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം. പെൺകുട്ടിക്ക് കോളേജിൽ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എന്നതാണ് കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. നല്ല രീതിയിൽ പഠിക്കുന്ന, എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് നേടുന്ന ഒരു പെൺകുട്ടി കൂടിയായിരുന്നു റിമി. അതുകൊണ്ട് തന്നെ കോളേജിനുള്ളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ സമ്മർദ്ദമോ റിമിക്കുണ്ടെന്ന് കരുതുന്നില്ല എന്ന് കോളേജ് അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. हाँ बेहोश थी, तो हम लेके उसको तुरंत ही हॉस्पिटल लेके आए. तो हॉस्पिटल में डॉक्टर साहब ने मतलब देखा, उसको ऑक्सीजन वगैरह दी शुरू में. तो उन्होंने डॉक्टर साहब ने अपना पूरा प्रयास किया. क्या लगता है सर? अब मुझे नहीं, उसकी कोई वो नहीं, बच्ची बहुत अच्छी पढ़ने में, कोई शिकायत नहीं, बहुत अच्छे उसके मार्क्स आ रहे हैं. अब बाकी बात तो पुलिस वो जांच करके बताएगी. हैंगिंग बॉडी था ऐसा? नहीं, हैंगिंग नहीं. अभी पुलिस गई है वहाँ पे कॉलेज कैंपस में, उन्होंने उसका मोबाइल फ़ोन वगैरह ले लिया है, तो पुलिस जांच करेगी. उनका फ़ोन भी आया था कि मोबाइल फ़ोन का हमने कहा हॉस्पिटल में अवेलेबल है. उनका एग्ज़ाम चल रहा था. कल वो बच्ची एग्ज़ाम दे के आई थी. आज 20 तारीख को बेतिया सेंटर है बच्ची इनका, तो उसका एग्ज़ाम भी अच्छा होता है, सारी चीज़ और अच्छे मार्क्स आते हैं. എന്നാൽ കോളേജ് അധികൃതരുടെ ഈ വിശദീകരണം പോലീസ് പൂർണ്ണമായും കണക്കിലെടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടാതെ മറ്റെന്തെങ്കിലും പ്രശ്നം റിമി നേരിട്ടിരുന്നു എന്നതും അന്വേഷിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഏതെങ്കിലും ബാഹ്യഘടകങ്ങളോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ദുരന്തത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുമായി മരിച്ച വിദ്യാർത്ഥിനിയുടെയും കുടുംബാംഗങ്ങളുടെയും കോൾ ഡീറ്റെയിൽസ് അന്വേഷണ ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ നിലവിൽ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് ഫോറൻസിക് തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും റിമിയുടെ ആത്മഹത്യ വിദ്യാർത്ഥികളിലും പ്രദേശവാസികളിലും അടക്കം ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ തരത്തിലുള്ള ആശങ്കയാണ്. അതീവ ഗൗരവത്തോടെ തന്നെയാണ് പോലീസും ഇതിനുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉത്തർപ്രദേശിലെ മഹോബ ജില്ലയിലെ 65-കാരന്റെ മരണം കൊലപാതകമോ അതോ സ്വാഭാവിക മരണമോ? മരണത്തിന് പിന്നിൽ മകൻ തന്നെയെന്ന ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ വയോധികന്റെ മരുമകൾ. എന്താകും ആ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം?
മഹബൂബ ജില്ലയിലെ കോട്ട്വാലിയിൽ 65-കാരനായ വയോധികൻ മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. എന്നാൽ അതൊരു കൊലപാതകമാണെന്ന സംശയമുന്നയിച്ച് പരാതി നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരുമകൾ. കൊലക്കുറ്റം ഉന്നയിച്ചിരിക്കുന്നതാകട്ടെ 65-കാരന്റെ സ്വന്തം മകനെതിരെ. മരുമകളുടെ രേഖാമൂലമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ. കുടുംബങ്ങൾ പറയുന്നതനുസരിച്ച് മരിച്ച ജഗദീഷ് അഹിർവാറിന്റെ മകൻ സുരേന്ദ്ര ഒരു വലിയ മദ്യപാനിയായിരുന്നു. 2 ദിവസം മുൻപ് മദ്യലഹരിയിൽ വീട്ടിലെത്തിയ സുരേന്ദ്ര ജഗദീഷിനെ അതിക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. ആ ആക്രമണത്തിൽ ജഗദീഷിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വയോധികനെ ആശുപത്രിയിൽ എത്തിക്കാനോ മറ്റു ചികിത്സകൾ നൽകാനോ മകൻ പിന്നീട് തയ്യാറായുമില്ല. ആ മർദ്ദനത്തിന് ശേഷം തീർത്തും അവശനായ വൃദ്ധൻ 2 ദിവസം കൊണ്ടുതന്നെ അതീവ ഗുരുതരാവസ്ഥയിലെത്തുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ അയൽപക്കത്തുള്ള ചില യുവാക്കൾ ജഗദീഷിനെ അടുത്തുള്ള വിവാഹത്തിനായി ക്ഷണിക്കാനെത്തിയപ്പോഴാണ് അയാൾ മരിച്ച വിവരം പുറംലോകം അറിയുന്നത്. വൃദ്ധൻ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് മരിച്ചുവെന്ന കാര്യം യുവാക്കൾ തിരിച്ചറിഞ്ഞത്. ഇതൊരു കൊലപാതകമാണെന്നും മകനാണ് അതിന് പിന്നിലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് നടപടി സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ മരണകാരണം കൃത്യമായി വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. കുടുംബത്തിൽ മറ്റെന്തെങ്കിലും തർക്കങ്ങൾ നിലനിന്നിരുന്നുവെന്നും ജഗദീഷിനെ ഇത്തരത്തിൽ മകൻ ക്രൂരമായി ആക്രമിക്കാനുണ്ടായ കാരണവും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുകയാണിപ്പോൾ. ഇനി മരണകാരണം മറ്റെന്തെങ്കിലും ആണോ എന്നും പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണിപ്പോൾ പോലീസ്. മകൻ സുരേന്ദ്രയെ അടക്കം വിശദമായി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. ട്വന്റി അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.